വായനാദിന ക്വിസിൻ്റെ 5ാം ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നതാര്? ചെറുശ്ശേരി നമ്പൂതിരി. ചെറുശ്ശേരി നമ്പൂതിരിയാണ് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവിയായി അറിയപ്പെടുന്നത്. ചെറുശ്ശേരി നമ്പൂതിരി ജനിച്ചത് ഏത് വർഷമായിരുന്നു? 1375. 1375 ചെറുശ്ശേരി ജനിച്ചത്. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? കോട്ടയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? അമേരിക്കയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? തൃശ്ശൂർ ജില്ല. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ജില്ല. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എനിക്ക് വഴികാട്ടിയായിരുന്നത് പുസ്തകങ്ങളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ സ്മാരക മന്ദിരം തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ സ്മാരകമായ തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയത്. ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? വയലാർ രാമവർമ്മ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠം തുക, അവാർഡ് തുക. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാരെ? വള്ളത്തോൾ നാരായണ മേനോൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് വാൽമീകി രാമായണം തർജ്ജമ ചെയ്തത്. പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നതാരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യർ. കുറ്റിപ്പെൻസിൽ ആരുടെ കൃതിയാണ്? കുഞ്ഞുണ്ണിമാഷ്. കുഞ്ഞുണ്ണിമാഷിൻ്റെ കൃതിയാണ് കുറ്റിപ്പെൻസിൽ. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുടൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നതാരെ? ചെറുശ്ശേരി. ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്. അരക്കവി എന്നറിയപ്പെടുന്നതാരെ? അരക്കവി എന്നറിയപ്പെടുന്നത് പുനം നമ്പൂതിരിയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന വരികൾ എഴുതിയത് ആരാണ്? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആദ്യത്തെ നോവൽ ഏതാണ്? ചെമ്മീൻ. 1957 ചെമ്മീൻ അവാർഡ് ലഭിച്ചത്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത, കൊച്ചു കവിത എഴുതിയതാര്? ഉള്ളൂർ S പരമേശ്വരയ്യർ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതി രചിച്ചതാര്? SK പൊറ്റക്കാട്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അത് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരമായിരുന്നു. ഹിരണ്യകശിപു എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ രചിച്ചതാര്? NP മുഹമ്മദ്. ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവൽ രചിച്ചതാര്? NP മുഹമ്മദ്. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവൽ രചിച്ചതാര്? M മുകുന്ദൻ. വായനാദിന ക്വിസിൻ്റെ 5ാം ഭാഗത്ത് ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.